മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇനിയും എന്തെങ്കിലും മറച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. 5 വർഷം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. ഞങ്ങൾ അന്ന് വീട് വാടകയ്ക്ക് കൊടുത്തു. കാരണം അച്ഛൻ റിട്ടയർ ആയ സമയമായിരുന്നു അത്. അപ്പൊ ഞങ്ങൾ കരുതി ഒരു എക്സ്ട്രാ ഇൻകം ആയിക്കോട്ടേന്ന്. ആദ്യത്തെ കുറച്ച് ദിവസം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ പെട്ടെന്നൊരു ദിവസം ഞങ്ങൾക്ക് വാടക തരുന്നത് നിർത്തി. എന്നിട്ട് ഞങ്ങളുടെ വീട് സ്വന്തമായിട്ട് ഉപയോഗിച്ചു. അവിടെ ഞങ്ങൾ താമസിച്ചിരുന്നത് ഞങ്ങൾ വാടകക്കാരും അവർ ഓണേഴ്സും ആയിട്ടാ. ഞങ്ങളുടെ സ്വന്തം വീട്ടില് ഒന്നും പറയാനാകാതെ താമസിക്കുകയായിരുന്നു. അച്ഛൻ കേസിന് വരെ പോയി നോക്കി. പക്ഷെ ഒന്നും ആയില്ല. മാത്രമല്ല ആ ടെൻഷനില്ല എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് തന്നെ. പിന്നെ ആ വീട്ടിൽ ഞാനും എൻ്റെ സഹോദരി മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ ഞങ്ങളെ പേടിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ അവിടെ താമസിക്കരുതെന്നും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞു. അങ്ങനെ അവർക്കെതിരെ മഹിളാ സമിതി സേവ നടത്തുന്ന ഒരു NGOയുടെ ഓണർ ഭൈരവി ഠാക്കൂറിനെ കാണാൻ പോയി. ഭൈരവി മാഡം, ഞങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് വീടില്ല, ഭാവിയില്ല. ഞങ്ങളുടെ ജീവിതം ഇനി എന്താവും? നിങ്ങൾ പേടിക്കാതിരിക്കും സോണിയ, ഞാൻ നിങ്ങളുടെ കൂടെയല്ലേ. നിങ്ങളുടെ വീട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങിത്തരാം. അവരത്ര നിസ്സാരക്കാരൊന്നും അല്ല, ഈസി ആയിട്ട് നടക്കുകയില്ല. നിങ്ങൾക്ക് എന്റെ ഭർത്താവ് മുന്ന ഠാക്കൂറിനെ കുറിച്ച് അറിയില്ലേ? ഈ സിസ്റ്റം മുഴുവൻ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വിചാരിച്ചാലേ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ വീട് കാലിയാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാഡം ദയവ് ഇത് അദ്ദേഹത്തോട് പറയണം. അങ്ങനെ ചെയ്തു തന്നാൽ ഞങ്ങൾ എന്നും കടപ്പെട്ടവരായിരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങളുടെ സന്തോഷമല്ലേ ഇത്. നിങ്ങളുടെ കാര്യം നടക്കട്ടെ. ഒരു കാര്യം ചെയ്, അദ്ദേഹത്തിനെ കാണാനായിട്ട് നാളെ എന്റെ വീട്ടിലേക്ക് വാ. രാത്രി വന്നാൽ മതി. നാളെ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആ. രാവിലെ മുഴുവൻ അദ്ദേഹം ബിസി ആയിരിക്കും. പക്ഷേ പേടിക്കാതിരിക്കും സോണിയ, ഞാൻ അദ്ദേഹത്തോട് നിങ്ങളുടെ കാര്യം ആദ്യം തന്നെ പറഞ്ഞേക്കാം. ശരി. അങ്ങനെ അടുത്ത ദിവസം രാത്രി എന്റെ ആവശ്യം നടക്കാനായി മുന്ന ഠാക്കൂറിനെ കാണാനായിട്ട് പോയി. അന്ന് എന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. ഇതാണ് സോണിയ. സോണിയയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഓ, ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു സോ മച്ച്. അങ്ങോട്ടിരിക്കൂ. താങ്ക് യു. അപ്പൊ സോണിയ, ഞാൻ പോയിട്ട് വരാം. ഇദ്ദേഹത്തിനോട് നിന്റെ എല്ലാ പ്രശ്നവും പറഞ്ഞോളൂ. ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഹാപ്പി ബർത്ത്ഡേ. സർ, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ആ, ഭൈരവി എന്നോടെല്ലാം പറഞ്ഞിരുന്നു. നിങ്ങളുടെ വീട് ഞാൻ കാലിയാക്കി തരാം. അതെനിക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനത് എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നാൽ അതൊക്കെ നീ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരുന്നത് പോലെ ഇരിക്കും. പക്ഷേ ഞാൻ സാറിന് എന്ത് തരാനാ? സാറിന് എല്ലാം ഉണ്ടല്ലോ. അല്ല, താൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. താൻ ആ ജ്യൂസ് എടുത്ത് കുടിക്കടൂ. താൻ ഈ ജ്യൂസ് കുടിച്ചാൽ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായി ഞാനത് സ്വീകരിച്ചോളാം. ഈ ജ്യൂസ് കുടിക്കുക. താങ്ക് യു. എങ്ങനെയുണ്ട് ജ്യൂസ്? കൊള്ളാം. എന്നാ മുഴുവൻ കുടിച്ചോ. എനിക്ക് തല കറങ്ങുന്നത് പോലെ ഉണ്ട്. ഇത് തലകറക്കമല്ല, ലഹരി പിടിച്ചതാ. ലഹരി. നീ ഒരു പാവമാണല്ലോ. ഈ പാവപ്പെട്ടവരോട് മാത്രമാണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത്. നിനക്ക് നിന്റെ വീട് തിരികെ വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ പാവത്തരമൊക്കെ ആദ്യം മാറ്റിയെടുക്കണം. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞെന്ന്? ഞാൻ അത്രക്കാരിയല്ല. എന്നെ ഒന്നും ചെയ്യരുത്. നീ നിന്റെ ശരീരം വിൽക്കാൻ തയ്യാറായാൽ നിനക്ക് ലാഭം ഉണ്ടാവും. നിനക്കതിന് കഴിയുന്നില്ലെങ്കിൽ നിന്റെ ലക്ഷ്യം ഒരിക്കലും നിനക്ക് നിറവേറാനാവില്ല. എനിക്കങ്ങനെ അത് വിട്ടുകളയാൻ കഴിയില്ല. എനിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. ഇനി ഒരുപാട് ബാക്കിയുണ്ടല്ലോ.
ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം ഞാൻ അവരുടെ ഇരയായി മാറി. എന്നെ സത്യത്തിൽ വഞ്ചിക്കുകയായിരുന്നു. എനിക്ക് ബോധം വന്നപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം ഞങ്ങളുടെ വീടും കാലിയായി കിട്ടി. അങ്ങനെ എൻ്റെ സഹോദരി ശ്രേയയ്ക്ക് സത്യത്തിൽ സന്തോഷമായി. ചേച്ചി, അവസാനം നമ്മുടെ വീട് കാലിയായി കിട്ടി. അവര് പോയപ്പോ തന്നെ നമുക്ക് എന്ത് സമാധാനം നോക്ക്. ഇനി നമുക്ക് ഈ ബാൽക്കണിയിൽ എങ്ങനെ വേണേലും നടക്കാലോ. ഇനി ഈ വീട് മുഴുവൻ നമ്മുടേത് മാത്രമാ. എന്ത് ചെയ്യാൻ കഴിയും? പാർട്ടി നടത്താൻ പറ്റും. ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലി കൊടുക്കേണ്ടതായി വരും ശ്രേയ. ചേച്ചി പറഞ്ഞ സത്യമാ. നമ്മുടെ അച്ഛനമ്മയും മനസമാധാനം ഇല്ലാതല്ലേ മരിച്ചത്. നമ്മൾ ഇത്രയും വർഷം ശ്രമിച്ചിട്ടും ചെയ്യാൻ കഴിയാത്ത കാര്യം മുന്ന ടാക്കൂർ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്തില്ലേ? എനിക്ക് അദ്ദേഹത്തിനെ കാണണം. വേണ്ട, അതിന്റെ ആവശ്യമില്ല. നീ നിന്റെ പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ മതി. നിനക്ക് വേണ്ടി ഞാൻ താങ്ക്സ് പറഞ്ഞോളാം. ശരി, ചേച്ചി ഒന്നും പറയണ്ട. ഞാൻ എന്തെങ്കിലും ഒരു ദിവസം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് പറഞ്ഞോളാം. എന്തായാലും വാ ചേച്ചി, നമുക്ക് എന്തെങ്കിലും നന്നായിട്ട് കുക്ക് ചെയ്യാം. സന്തോഷമല്ലേ? നീ ചെല്ല്, ഞാൻ വന്നോളാം. ശരി ചേച്ചി, വേഗം വരണേ. ഹലോ സോണിയ, നിങ്ങളുടെ വീട് കാലിയായില്ലേ? ആ മാം, താങ്ക് യു സോ മച്ച്. ഇപ്പൊ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. വീട് കാലിയായെങ്കിൽ എന്നോടല്ല, മുന്ന സാറിനോട് താങ്ക് യു പറയണം. ഇന്ന് രാത്രി താങ്ക്സ് പറയാനായിട്ട് എന്റെ വീട്ടിലേക്ക് വരണേ. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടും. ഞാൻ ഫോണിലൂടെ താങ്ക്സ് പറഞ്ഞോളാം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. നീ അദ്ദേഹത്തിന്റെ ടെസ്റ്റ് പാസ്സായ സ്ഥിതിക്ക് ഇനി മുതൽ നീ ഞങ്ങളുടെ മഹിളാ സേവാ സമിതിയുടെ ഒരംഗം തന്നെയായിരിക്കും. നിന്റെ ഫുൾ ബോഡി ചെക്കപ്പിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോ സാറിനോട് താങ്ക്സ് പറയാൻ നേരിട്ട് തന്നെ വരണം. ഇന്ന് രാത്രിയിലും ഇനി വിളിക്കുമ്പോഴൊക്കെയും. മനസ്സിലായല്ലോ? അല്ല, വരൂ മൈ ഡാർലിംഗ്. എത്ര നേരമായി തനിക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. വാ, ഇവിടെ വന്നിരിക്കുക. ആ ഡോറടച്ച്. ആ വന്നിരിക്കടോ. ഇനി മുതൽ ജ്യൂസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. ഏയ്, എന്തിനെങ്ങനെ പേടിക്കുന്നത്? ഒന്ന് പറയട്ടെ. ഇനി നീ ഈ നാട്ടിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഞാനല്ലാതെ മറ്റാരും നിന്നൊന്ന് തൊടാൻ പോലും വരില്ല. നിനക്കറിയോ, ഞാനിന്ന് വല്ലാത്ത ക്ഷീണത്തിലാ. ദേ അവിടെ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് മസാജ് ചെയ്യാൻ പറ്റുമോ? നിന്റെ കൈ തൊട്ടാ എൻ്റെ ശരീരത്തിലെ വേദനകളൊക്കെ പമ്പടക്കും. പിന്നെ എല്ലാം വളരെ സ്മൂത്ത് ആവില്ലേ? ചെയ്യില്ലേ? നിന്റെ കൈ തൊട്ടപ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ കരണ്ട് അടിച്ചതുപോലെയായി. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് അടിപൊളിയായിരിക്കുമെന്ന്. പതുക്കെ പതുക്കെ ഞാൻ ഇതൊക്കെ എൻ്റെ വിധിയാണെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. മുന്ന ടാക്കൂർ എന്നെ എപ്പോഴൊക്കെ വിളിച്ചാലും എനിക്ക് പോകേണ്ടതായി വന്നു. അങ്ങനെ ചെയ്ത് 1 വർഷം കടന്നുപോയി. പിന്നെയും മുന്ന ടാക്കൂറിൻ്റെ ബർത്ത്ഡേ വന്നു. ഇത്തവണ വീണ്ടും അയാളുടെ ഭാര്യ ഭൈരവി വേറെ ഏതോ ഒരു പെൺകുട്ടിയെ അയാൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായി പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി. ചേച്ചി, ദാ കോഫി. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ചേച്ചി, എനിക്കൊരു കാര്യം ചെയ്തു തരുമോ പ്ലീസ്? പറ്റില്ലെന്ന് പറയരുത്. എന്താ കാര്യം? എനിക്കൊരു ഫ്രണ്ടുണ്ട്, ശേഖർ.
അവനിപ്പോ കോളേജ് ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ചിലവർക്കൊന്നും അവനെ ഇഷ്ടമേ അല്ല. ഇലക്ഷനിൽ അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അവരവനെ കൊല്ലുമെന്നാ പറഞ്ഞേക്കുന്നത്. അവന്റെ കാര്യമൊന്നും മുന്നേട്ടാക്കോറിനോട് പറയൂ ചേച്ചി. ഇത്തരം കാര്യങ്ങളൊന്നും നീ ഇടപെടാൻ നിൽക്കണ്ട. ഇപ്പൊ പഠിക്കാൻ നോക്ക്. ഇതൊന്നും നിനക്കുള്ള കാര്യങ്ങളല്ല. അപ്പൊ ചേച്ചി എന്താ ഞാൻ പറയുന്നൊന്നും ചെയ്തു തരില്ല എന്നാണോ? ശരി, എന്നാ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം. ആവശ്യത്തിന് വിളിച്ചാൽ കിട്ടുമില്ല. നിനക്ക് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ എന്റെ ഫോണിൽ സംസാരിച്ചൂടെ? വേണ്ട, ചേച്ചിയുടെ ഫോൺ ചേച്ചിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നോക്ക്, പൊട്ടത്തിനൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ നിന്റെ ചേച്ചിയാ, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ പറയുന്നേ. ചേച്ചി ഇനി എന്നോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഇവരൊക്കെ കരുതിയിരിക്കുന്നത് ഈ മുന്നോട്ടാക്കൂർ ദൈവമാണെന്നാ. ഇവരോടൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ? അന്നത്തെ ദിവസം ഞാൻ വീട്ടിലെ കാര്യങ്ങളിൽ ബിസിയായിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞു. രാത്രി ഒരുപാട് വൈകി. ശ്രേയെ കാണാതെ ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ അവളുടെ ഫ്രണ്ട്സിനെ എല്ലാവരെയും വിളിച്ചു നോക്കി. പക്ഷേ ആർക്കും അവളെ എവിടെയെന്ന് അറിയില്ലായിരുന്നു. ഇതിനു മുമ്പ് അവൾ ഇങ്ങനെ ലേറ്റ് ആവാറില്ലായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. വൈകുന്തോറും എന്റെ പേടി കൂടിക്കൂടി വന്നു. ഈ സമയത്ത് അവൾ എവിടെ പോവാനാ? ആരെ വിളിക്കണം, എന്ത് ചെയ്യണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഭൈരവിയായിരുന്നു. ഭൈരവി മാം ഇപ്പോ? ഹലോ. ഭൈരവി മാം പറഞ്ഞോളൂ. എന്താ വിളിച്ചത്? നിനക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, ഇന്ന് മുന്നസാറിന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ മാഡം, ഇന്ന് പുതിയൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചില്ലേ? അതായത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട്. അത് പറയാൻ തന്നെയാ ഞാനിപ്പോ നിന്നെ വിളിച്ചത്. ഇത്തവണ നിന്റെ പകരക്കാരിയായി നിന്റെ അനിയത്തിയാ വരുന്നത്. പകരക്കാരിയോ എന്നുവെച്ചാ? മനസ്സിലായില്ലേ? ഇന്ന് മുന്നസാറിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആരെ കൊടുക്കുന്നേന്നറിയോ? നിന്റെ അനിയത്തിയെ. എന്റെ അനിയത്തിയോ? അവളെവിടെ എന്താ ചെയ്യുന്നേ? അവളേതോ കോളേജ് ഫ്രണ്ടിനെ ഇലക്ഷന് ജയിപ്പിക്കണമെന്നും പറഞ്ഞ വന്നത്. അതിന് സാറിന്റെ സപ്പോർട്ട് വേണമെന്നും പറഞ്ഞു. എന്റെ അടുത്താണ് അവൾ സഹായം ചോദിച്ചു വന്നത്. സഹായം ചോദിച്ചു വരുന്നവരെ ഞാൻ വെറും കൈയോടെ വിടാറില്ല. ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു ഭാഗ്യശാലിയാണെന്ന്. കാരണം ഇന്ന് മുന്നസാറിന്റെ ബർത്ത്ഡേ അല്ലേ. ഇന്ന് രാത്രി സാറിനോട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ നിന്റെ കാര്യങ്ങളൊക്കെ നടത്തി തരുമെന്ന്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്റെ അനിയത്തി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരെ ഞാൻ വെറുതെ വിടില്ല. ഹലോ ഹലോ. മുന്നേ സാർ, സാറിന്റെ ബർത്ത്ഡേക്ക് എന്റെ എല്ലാ വിശ്വസും. താങ്ക് യു സോ മച്ച്. എനിക്ക് സാറിനെ കാണണമെന്നുണ്ടായിരുന്നു, താങ്ക്സും പറയണമെന്നുണ്ടായിരുന്നു. സാറല്ലേ ഞങ്ങളുടെ വീട് കാലിയാക്കി തന്നത്. വലിയൊരു സഹായം ഞങ്ങളോട് ചെയ്ത്. ഞങ്ങൾക്ക് അത്രയും വലിയൊരു കാര്യം ചെയ്തതിന് താങ്ക്സ് പറയണമെന്ന് കുറെ നാളായിട്ട് വിചാരിക്കുന്നു. ആക്ച്വലി എനിക്ക് മറ്റൊരു പ്രശ്നവും കൂടി ഉണ്ട്. അതാ കോളേജിലെ ഇലക്ഷന്റെ കാര്യമല്ലേ? ഭൈരവി എന്നോട് പറഞ്ഞിരുന്നു, നിന്റെ ഏതോ ഫ്രണ്ട് കോളേജ് ഇലക്ഷനിൽ മത്സരിക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടെന്നല്ലേ. താൻ ടെൻഷൻ ആവണ്ട, ഞാനില്ലേ, എല്ലാം ഞാൻ ശരിയായിക്കോളാം. ഓക്കെ, ജ്യൂസ് എടുക്ക്. ഹാവ് ഇറ്റ്. ആ ജ്യൂസ് കുടിച്ചോടൂ. ഞങ്ങളുടെ കൂടെ ജ്യൂസ് കുടിക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും സാധിക്കാറുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. തമാശ പറഞ്ഞതാ ഞാൻ. ജ്യൂസ് കുടിക്കേ. സാറിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. സാർ എന്ത് സിമ്പിളാണ്. എന്റെ സിമ്പിൾ വേർഷൻ നീ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ശരിക്കൊരു ഓന്തിനെ പോലെയാ. ഈ ഓന്തെന്ന് പറയുമ്പോ എപ്പോഴും നിറം മാറുമല്ലോ. ചിലപ്പോ ഞാൻ ക്രൂരനാകും. എന്ത് സാറി പറയുന്നേ? വെറുതെ തമാശ പറയുന്നതാ. നീ ജ്യൂസ് കുടിക്കേ. സാറ് ശരിക്കും തമാശക്കാരനാ. അതെ അതെ. എനിക്കെന്തോ സംഭവിക്കുന്നുണ്ട്. എന്തോ സംഭവിക്കുന്നതല്ല, അത് ലഹരിയാണ്. എന്ത് ലഹരി? അറിയാൻ എത്ര ധൃതിയായോ? ഒന്ന് വെയിറ്റ് ചെയ്യടോ, പറഞ്ഞു തരാം. ഇപ്പൊ എങ്ങനുണ്ട്? നല്ല രസമുണ്ട്. എവിടെ എന്റെ അനിയത്തി? നീ എന്താ ഇവിടെ? എന്റെ അനിയത്തെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളെ കൊണ്ടുപോകാൻ വന്നതാ. മുന്നയുടെ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ശ്രേയ. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ആയിരിക്കും ഇന്ന് രാത്രി. നേരം വെളുത്തു കഴിഞ്ഞാൽ അവളെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോയിക്കോ. എന്റെ അനിയത്തെ വെറുതെ വിടണം പ്ലീസ്. ഇനി വിടാൻ പറ്റില്ല. നീ കാര്യം മനസ്സിലാക്കാൻ നോക്ക്. ഇവിടെ ഒരു റൂളുണ്ട്. ആ റൂള് തെറ്റിക്കാനും പാടില്ല. രാവിലെ ശ്രേയ ഒരു പ്രശ്നമില്ലാതെ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നോളൂ. അന്ന് ഞാൻ തിരിച്ചുപോയി. പക്ഷെ ഞാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. ഇനി മുന്നേറെടുത്ത് ഞങ്ങൾ ഒരിക്കലും പോവില്ലെന്ന്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ,
ഇനി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്കാകെ നീ മുന്നേ കാണരുതെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ രാത്രി നിനക്ക് സംഭവിച്ചത് കഴിഞ്ഞ 1 വർഷമായി ഞാൻ അനുഭവിക്കുക. അവരെനിക്ക് എന്തോ ജ്യൂസ് എന്ന് എന്നെ ഉപയോഗിക്കുമായിരുന്നു ചേച്ചി. നീ ടെൻഷൻ ആവണ്ട. അവർ നമ്മളോട് ചെയ്തത് മറ്റേതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടിയോടും ചെയ്യും. അതിനെന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാക്കണം. എനിക്ക് മുന്നേ ടാക്കൂറിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം. ഞാൻ അയാളെ വിളിച്ചു. ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അയാൾക്കപ്പോ എന്റെ അനിയത്തി ശ്രേയയെ വിളിക്കണമെന്നായിരുന്നു. ഞാൻ പറഞ്ഞു അവളുടെ ഹെൽത്ത് തീരെ ഓക്കെ അല്ലെന്ന്. എന്നിട്ട് ഞാൻ അയാളുടെ വീട്ടിലേക്ക് പോയി. ആരത്? നീയോ? ഇന്ന് നീ സ്വയം തന്നെ ഞാൻ വിളിക്കാതെ ഇങ്ങ് വന്നല്ലോ. വിളിച്ചാലും വരാത്ത ആളാണ്. എന്തു പറ്റി? വാട്ട് എ സർപ്രൈസ്. നിനക്കെന്താ ഇപ്പൊ എന്നോട് പ്രണയം തോന്നി തുടങ്ങിയോ? ഇത്രയും നാളായില്ലേ, ഇനിയെങ്കിലും പ്രണയം വന്നില്ലെങ്കിൽ ഇനി എപ്പോഴാ? അതാണ് നമുക്ക് വേണ്ടത്. നീ എന്റെ മനസ്സിൽ ഇടിച്ചങ്ങ് കയറി. പിന്നെ വേറൊരു കാര്യം, നിന്റെ അനിയത്തിയുടെ കൂടെ ഭയങ്കര രസമായിരുന്നു. എനിക്കിപ്പോ അവളോട് അസൂയുള്ളത്. ഇനിയിപ്പോ സാർ എന്നെങ്ങാനും വിട്ട് സ്നേഹം മുഴുവനും അവൾക്ക് കൊടുത്താലോ? നീ എന്തൊക്കെ ഈ പറയുന്നത്? നോക്ക്, ചിക്കൻ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, ബീഫിന് അതിലും നല്ല ടേസ്റ്റാണ്. എൻ്റെ വൈഫാണെങ്കിൽ ഒരു ബിരിയാണി പോലെയാ. ഇടയ്ക്ക് ഞാൻ അവളെയും ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിനക്ക് വേണ്ട ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും നിനക്ക് കിട്ടും. പോരെ? എനിക്കറിയാം. അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളോട് ഇത്രയും ഇഷ്ടം. സീരിയസ്ലി? ഇന്ന് ഞാൻ സാറിന് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഗ്ലാസ് എടുക്കട്ടെ? വേണ്ട വേണ്ട, ഞാൻ സ്വയം കുക്ക് ചെയ്തതാ. എന്റെ സ്നേഹത്തിന്റെ അടയാളം. ഓഹോ. ഇത് ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാ, സാറിന് വേണ്ടി മാത്രം. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ സാധനം എന്റെ കൈ കൊണ്ട് തന്നെ കഴിപ്പിക്കണ്ടേ? എവിടെ വാതുറക്ക? എന്നോട് ഇത്ര സ്നേഹമായിരുന്നല്ലേ? ഇത്ര വലുതോ? കഴിക്കട്ടെ? വാ, ഈ ലഡു എന്ത് ടേസ്റ്റാ നിന്നെ പോലെ. ഇതിന്റെ ടേസ്റ്റ് എന്താണെന്ന് കുറച്ച് കഴിയുമ്പോഴേ മനസ്സിലാകൂ. ഓഹോ. നീ എനിക്ക് എന്താ തന്നത്? നിനക്കുള്ള മരണം. ഇതാണ് ഞാൻ ചെയ്തത് സർ. സാറിന് ഞാൻ ചെയ്തതൊരു തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ എന്തോ ചിന്തിക്കട്ടെ, പക്ഷെ നിയമത്തിന്റെ കണ്ണിൽ താൻ തെറ്റുകാരി തന്നെയാ. ഇനി നമുക്ക് കോടതിയിൽ പോയി വിധി എന്താണെന്നറിയാം.